മെറ്റേണിറ്റിയെക്കുറിച്ച് നമുക്കൊന്ന് പെട്ടെന്ന് നോക്കാം. അത് എക്സ്പെക്റ്റഡ് ഡേറ്റ് ഓഫ് ഡെലിവറി അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നെഗ്ലേറ്റ്സ് റൂൾ എന്നാണ് അതിന് പറയുന്നത്. അതായത് ഫസ്റ്റ് ഡേ ഓഫ് ദ ലാസ്റ്റ് മെൻസ്ട്രേഷൻ, അതായത് ഒരു വുമണിന് ഫസ്റ്റ് ഡേ ഓഫ് ദ ലാസ്റ്റ് മെൻസ്ട്രേഷൻ എന്നാണോ അവസാനമായിട്ട് മെൻസ്ട്രേഷൻ നിന്നത്, അത് ആ ഡേയും +7 ഡേയ്സ് +9 മന്ത്. ഇതാണ് എക്സ്പെക്റ്റഡ് ഡേറ്റ് ഓഫ് പ്രഗ്നൻസി ഡെലിവറി എന്ന് പറയുന്നത്. ഇനി അടുത്ത കുറച്ച് വേർഡുകളാണ്. ഗ്രാവിഡ എന്ന് പറയുന്ന പ്രഗ്നൻറ്റ് വുമൺ എന്ന് പറയുന്നതാണ്. ഗ്രാവിഡിറ്റി എന്ന് പറയുന്നത് നമ്പർ ഓഫ് ദ പ്രഗ്നൻസി. ഗ്രാവിഡ എന്ന് പറയുന്ന പ്രഗ്നൻറ്റ് വുമണും ഗ്രാവിഡിറ്റി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പ്രഗ്നൻസി. നല്ലി ഗ്രാവിഡ എന്ന് പറഞ്ഞാലോ വുമൺ ഹൂ നെവർ ബീൻ പ്രഗ്നൻ്റ് ആകാത്ത വുമൺ എന്ന് പറയുന്നതാണ്. പ്രൈമറി ഗ്രാവിഡ എന്ന് പറഞ്ഞാലോ ആദ്യമായിട്ട് പ്രഗ്നൻ്റ് ആകുന്നത്. മൾട്ടി ഗ്രാവിഡ എന്ന് പറഞ്ഞാലോ രണ്ടിൽ കൂടുതൽ ടു ടൈമിൽ കൂടുതൽ പ്രഗ്നൻ്റ് ആയ ആൾ. ഇനി പാരിറ്റി എന്ന് പറയുന്നു നമ്പർ ഓഫ് ബർത്ത്. നള്ളിപ്പാര എന്ന് പറഞ്ഞാൽ ഇതുവരെ പ്രസവിക്കാത്തത്, അതായത് പ്രഗ്നൻസി ഉണ്ടായിട്ടുണ്ട് പക്ഷെ പ്രസവിച്ചിട്ടില്ല, അങ്ങനെയുള്ള ആൾക്കാർ. അങ്ങനെയല്ല, പ്രസവിച്ചിട്ടില്ല. മൾട്ടിപ്പാര എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ പ്രസവിച്ചയാൾ. ഒബ്സ്റ്ററ്റിക്കൽ ഹിസ്റ്ററി അസസ് സ്കോറിങ്, അതായത് GTPL എന്ന് പറയും. ഒബ്സ്റ്ററ്റിക്കൽ ഹിസ്റ്ററി അസസ് സ്കോറിങ് എന്ന് നടത്തുന്നത് പറയുന്നത് G എന്ന് പറയുന്ന ഗ്രാവിഡിറ്റി, T എന്ന് പറയുന്ന നമ്പർ ഓഫ് ടൈം ബർത്ത്, P എന്ന് പറയുന്ന ഹിസ്റ്ററി ഓഫ് പ്രീ ടൈം ബർത്ത്. പാരിറ്റി അല്ല, ഹിസ്റ്ററി ഓഫ് പ്രീ ടൈം ബർത്താണ്. A അബോർഷൻ, L നമ്പർ ഓഫ് ലിവിങ് ചിൽഡ്രൻ. അതായത് ഒരു ഒബ്സ്റ്ററ്റിക്കൽ ഹിസ്റ്ററി ഈ കളക്ട് ചെയ്യുമ്പം അസസ് ചെയ്യുന്ന സ്കോറിംഗ് ആണ്. ഇതെല്ലാം സ്കോർ ചെയ്യും. അടുത്ത സൈൻസ് ഓഫ് പ്രഗ്നൻസി. പ്രിസംപ്റ്റീവ് സൈന്, പ്രൊബബിൾ സൈന്, പോസിറ്റീവ് സൈൻസ്. അതായത് പ്രിസംപ്റ്റീവ് സൈൻ എന്ന് പറഞ്ഞാൽ പ്രഗ്നൻസി ആയിട്ട് ബന്ധപ്പെട്ട് പേഷ്യൻ്റ് കാണിക്കുന്ന, അതല്ലെങ്കിൽ പ്രഗ്നൻ്റ് ലേഡി കാണിക്കുന്ന സയൻസാണ്. പക്ഷേ ഇത് പ്രഗ്നൻസി ആണെന്ന് പറയാൻ പറ്റത്തില്ല. ഇത് പ്രഗ്നൻസി കൂടാതെ വേറെ പല അസുഖങ്ങൾക്കും ഹൈപ്പറായിട്ട് പല അസുഖത്തിനും ഇതേ സൈൻ തന്നെ കാണിക്കും. അതായത് ഈ സൈൻ വെച്ചുകൊണ്ട് നമുക്കൊരിക്കലും പ്രഗ്നൻസി ആണെന്ന് കൺഫേം ചെയ്യാൻ പറ്റത്തില്ല. അതിന് ഉദാഹരണമാണ് അനറസിയ, മോർണിംഗ് സിക്നസ്, ഇൻക്രീസ്ഡ് സൈസ് ഓഫ് ദ ബ്രസ്റ്റ് ആൻഡ് ഫീലിംഗ് ഓഫ് ദ ഫുൾനെസ് ഇൻ ദ ബ്രസ്റ്റ്, പ്രൊനൗൺസ്ഡ് നിപ്പിള്, യൂറിനറി ഫ്രീക്വൻസി, ഫറ്റീഗ്, ക്യുക്കനിങ്. ഇത്രയും കാര്യങ്ങൾ. അതായത് ഈ ക്യുക്കനിങ് ഒക്കെ ഹൈപ്പർ ആക്റ്റീവ് ബൗൾ മൂവ്മെൻറ്റ് കൊണ്ടും ഉണ്ടാവും. നോസിയ, വോമിറ്റിങ്, ഇതൊക്കെ ഹൈഡാറ്റിഡിഫോം മോളൊക്കെ ഉണ്ടായാലും ഉണ്ടാവും. കാരണം അങ്ങനെയൊക്കെയുള്ളത് ഈ സയൻസ് ഓഫ് ദി ബ്രസ്റ്റ് എൻലാർജ്മെൻറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ഇതൊക്കെ പ്രിസംപ്റ്റീവ് സൈൻ എന്നാണ്. കാരണം ഇതുകൊണ്ട് പ്രഗ്നൻസി കൊണ്ട് മാത്രമല്ല, വേറെ കാരണങ്ങൾ കൊണ്ടും ഈ അസുഖങ്ങളുണ്ടാകും. ഇത് വെച്ച് നമുക്കൊരിക്കലും ഇത് ലേഡി പ്രഗ്നൻ്റ് ആണെന്ന് കൺഫേം ചെയ്യാൻ പറ്റില്ല. ഇനി പ്രൊബബിൾ സൈൻസ്, അതായത് ഒരു 90% സാധ്യതയുള്ള പ്രഗ്നൻസി ആകാൻ സാധ്യതയുള്ള സയൻസാണ്. അതിനകത്ത് ഹെഗാർ സൈന്, ഗുഡൽ സൈന്, ചാഡ്വിക് സൈന്, ബലോട്ട്മെൻറ്റ്, ബ്രാക്സൺ കിക്ക് കൺട്രാക്ഷൻ, പോസിറ്റീവ് പ്രഗ്നൻസി ടെസ്റ്റ് ഫോർ ഡിറ്റർമിനേഷൻ, അതായത് HCG, ഹ്യൂമൻ കൊറിയോണിക് ഗൊണാഡോട്രോഫിക് ഹോർമോൺ. ഇങ്ങനെയുള്ള സയൻസ് ഇത്രയും നോക്കി നമുക്ക് പ്രൊബബിൾ സൈനാണ്. കാരണം ഇത് കൊണ്ട് ഒരു 90% ഉറപ്പായിരിക്കും പ്രഗ്നൻ്റ് ആക്കാനായിട്ട്. ഇനി പോസിറ്റീവ് സൈൻ എന്ന് പറയുന്നത് കൺഫർമേറ്ററി ടെസ്റ്റാണ്. അതായത് ഫീറ്റൽ ഹാർട്ട് റേറ്റിനെ ഡിക്റ്റേറ്റ് ചെയ്ത് മാത്രമേ നമുക്ക് ഇത് കൺഫേം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഫീറ്റൽ ഹാർട്ട് റേറ്റ് അറ്റ് 20 വീക്ക് ഓഫ് ഗസ്റ്റേഷൻ, അതായത് ഡോപ്ലർ ട്രാൻസ്ഡ്യൂസർ അൾട്രാസൗണ്ടൊക്കെ ചെയ്ത് 10 to 20 വീക്ക് ഓഫ് ഗസ്റ്റേഷൻ അൾട്രാസൗണ്ട് ചെയ്ത് നമ്മൾ കൺഫേം ചെയ്യാം. ഫീറ്റൽ ഹാർട്ട് സൗണ്ട് ഡിറ്റക്റ്റ് ചെയ്യുന്നിടത്താണ് ഇത് സംഭവിക്കുന്നത്. ഇനി അതുപോലെയാണ് അക്കോർഡിംഗ് ടു ദ ഗസ്റ്റേഷണൽ ഏജ് യൂട്രസ് ഫണ്ടസ് ലൊക്കേഷൻ.
യൂട്രസിൻ്റെയും അതായത് അമ്മയുടെ ഗർഭപാത്രത്തിൻ്റെ വളർച്ച അല്ലെങ്കിൽ ഫണ്ടസിൻ്റെ ലൊക്കേഷൻ ഓരോ സമയത്തും ലൊക്കേറ്റ് വലുതായിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ അനുസരിച്ചും ഒരു ഡിവിഷനുണ്ട്. അതായത് 12 വീക്ക് 12ാമത്തെ ആഴ്ച ജസ്റ്റ് അബോ സിംബാസിസ് പിക്സ്, അതായത് പിക്സ് എന്ന് പറഞ്ഞാൽ ബുക്കിളിന് താഴെയുള്ള റീജിയനാണ്. അതിന് മേളിലാവും 12ാമത്തെ ആഴ്ച, അതായത് 3 മാസം കൊണ്ട്. 16ാമത്തെ ആഴ്ചയിലോ, അതായത് 1 മാസം കൂടി, 4ാമത്തെ മാസം മിഡ് വേ ബിറ്റ്വീൻ സിംബാസിസ് ആൻഡ് ആംബ്ലിക്കസ്, സിംബാസിസിനും ബുക്കിളിനും ഇടയിലാവും. 12th വീക്കിലോ, 5ാമത്തെ മാസം അറ്റ് ദ ലെവൽ ഓഫ് ദ ആംബ്ലിക്കസ്, ആംബ്ലിക്കലിൻ്റെ ലെവലിലാവും. 24th വീക്കിലോ, 6ാമത്തെ മാസം 1 ഇഞ്ച് എബവ് ദ ആംബ്ലിക്കസ്, ആംബ്ലിക്കസിനേക്കാൾ 1 ഇഞ്ച് എബവ് ആവും. ഈ 36 വീക്കിലോ സിഫോയിഡ് പ്രോസസ്സിൽ ചെന്ന് തട്ടും. അതായത് ഈ ആദ്യത്തെ 6 മാസം വളരുന്നത് ആംബ്ലിക്കസോളെ വളരുന്നുള്ള, ബുക്കിളിൻ്റെ അതേ ലെവലിൽ നിൽക്കുള്ളൂ. അടുത്ത 3 മാസമാണ് ഈ 36 വീക്കിലൊക്കെ എത്തുമ്പോഴാണ് അത് എന്തോരം സ്പീഡിലാണ് പിന്നീടുള്ള അവസാനത്തെ 3 മാസം വളർച്ച നോക്കി. 36 വീക്കിലാവുമ്പം അത് സിംഫോയിഡ് പ്രോസസ്സിൽ ചെന്ന് 36 വീക്കിന് ശേഷം യൂട്രസ് ഡിസെൻഡ് ചെയ്ത് ലോവർ പാർട്ട് ഓഫ് അബ്ഡോമിനിലേക്ക് ഡിസെൻഡഡ് ആവുകയാണ് ചെയ്യുന്നത്. ഇനി ഫീറ്റൽ ഡെവലപ്മെൻറ്റ് അതുപോലെ പ്രധാനപ്പെട്ടാണ്. ഫീറ്റൽ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പ്രീ എംബ്രോണിക് പീരീഡ്, അതായത് ഫസ്റ്റ് 2 വീക്ക് ഓഫ് ദ ഗസ്റ്റേഷൻ. അതിന് ആ സമയത്ത് സൈഗോട്ട് എന്നാണ് ആ ഫ്യൂസായ പാർട്സിനെ വിളിക്കുന്നത്, അതായത് ഫെർട്ടിലൈസ്ഡ് ഓവത്തെ. അതായത് ആ സമയത്ത് സൈഗോട്ട് എന്നാണ് വിളിക്കുന്നത്. അത് ഏത് സമയത്താണ്? ഫസ്റ്റ് ടു 2 വീക്സ്, ആദ്യത്തെ 7-14 ദിവസം വിളിക്കുന്ന പേരാണ്. എംബ്രിയോണിക് പീരീഡ്, അതായത് 15th ഡേ ടു 8 വീക്ക് ഓഫ് ഗസ്റ്റേഷൻ. 8 വീക്ക് എന്ന് പറഞ്ഞാൽ 2 മാസത്തോളം, 15ാമത്തെ ദിവസം തൊട്ട് 2ാമത്തെ മാസം വരെ എംബ്രിയോണിക് പീരീഡ് എന്നാണ് വിളിക്കുന്നത്. പിന്നെ ഫീറ്റൽ പീരീഡ് എന്ന് പറഞ്ഞാൽ 9ാമത്തെ ആഴ്ച തൊട്ട് ടിൽ ദ ബർത്ത് വരെയുള്ള സമയത്താണ്. അതായത് 9ാമത്തെ കൺസെപ്ഷൻ തൊട്ട് 9ാമത്തെ ആഴ്ച തൊട്ട് അവസാന ഡേറ്റ് വരെ. ഇനി ഫീറ്റൽസിൻ്റെ ഡെവലപ്മെൻറ്റ് എന്ന് പറയും. അതായത് കൊച്ചെങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്. അതായത് 2 to 3 വീക്സ്, ആദ്യത്തെ 2-3 ആഴ്ചകളിൽ എന്ത് ചെയ്യും? കൊച്ചിൻ്റെ ഉള്ളിൽ ന്യൂറൽ ട്യൂബിൻ്റെ ഡെവലപ്മെൻറ്റാണ്. ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യാൻ തോറും ന്യൂറൽ ട്യൂബിൻ്റെ ഡെവലപ്മെൻറ്റാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത്. അതായത് ബ്രെയിൻ, സ്പൈനൽ കോഡ് ഇതുപോലുള്ള സംഭവങ്ങളെല്ലാം ഉണ്ടാകുന്ന ന്യൂറൽ ട്യൂബിൻ്റെ ഡെവലപ്മെൻറ്റാണ് ഒരു കുഞ്ഞിൻ്റെ ഉള്ളിൽ ആദ്യം ഉണ്ടാകുന്നത്. അത് ആദ്യത്തെ 2-3 ആഴ്ചയ്ക്കുള്ളിലുണ്ടാവും. അതായത് 2-3 ആഴ്ച മതി. 5ാമത്തെ 5th വീക്ക് ഓഫ് ഗസ്റ്റേഷനാണ് ഹാർട്ട് ഈസ് ബീറ്റിംഗ്. അതായത് ജനിച്ച് 1 മാസം കഴിയുമ്പോഴാണ് ഹാർട്ട് ബീറ്റ് ചെയ്യാൻ തുടങ്ങുന്നത്. 5th വീക്ക്, 1 മാസവും 1 ആഴ്ചയും. 8th വീക്ക് ഓഫ് ഗസ്റ്റേഷൻ, 8ാമത്തെ ആഴ്ചയിൽ എവറി ഓർഗൻ സിസ്റ്റം ഈസ് പ്രസൻറ്റ്. എല്ലാ ഓർഗൻസും കൊച്ചിൻ്റെ ബോഡിയിൽ 8ാമത്തെ ആഴ്ച ആകുമ്പോൾ ഡെവലപ്പ് ചെയ്യും. സർക്കുലേറ്ററി സിസ്റ്റം ത്രൂ ദ ആംബ്ലിക്കസ് കോഡ് ഈസ് വെൽ എസ്റ്റാബ്ലിഷ്ഡ്. അതായത് ആംബ്ലിക്കൽ കോഡിലൂടെയുള്ള സർക്കുലേഷൻ പൂർണ്ണമായിട്ടും എസ്റ്റാബ്ലിഷ്ഡ് ആവും. 12th വീക്ക്, അതായത് 3ാമത്തെ മാസം ഫേസ് ഈസ് ഫോംഡ്. കൊച്ചിൻ്റെ ഫേസ് രൂപം കൊള്ളും. ഫീറ്റൽ കിഡ്നി ബിഗാൻസ് ടു ഫോം യൂറിൻ. കിഡ്നി യൂറിൻ ഉണ്ടാക്കാൻ തുടങ്ങും. സ്പോണ്ടേനിയസ് മൂവ്മെൻറ്റ് ബിഗാൻസ് ടു ഒക്കെ, തന്നെത്താനെ കൊച്ച് മൂവ് ചെയ്യാൻ തുടങ്ങും. ഫീറ്റൽ ഹാർട്ട് ബീറ്റ് ഈസ് ഡിക്റ്റേറ്റഡ് ബൈ
ട്രാൻസ്ഡ്യൂസർ, അതായത് ട്രാൻസ്ഡ്യൂസർ വെച്ച് 10 തൊട്ട് 12ാമത്തെ ആഴ്ച വെച്ച്, അതായത് 3ാമത്തെ ആഴ്ച മാസം തൊട്ട് കൊച്ചിൻ്റെ ഹാർട്ട് ബീറ്റിനെ ഡിക്റ്റേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി 16ാമത്തെ വീക്ക് അന്നേരം ആക്റ്റീവ് മൂവ്മെൻ്റ് ആർ പ്രസൻറ്റ്. കൊച്ചിൻ്റെ ആക്റ്റീവ് മൂവ്മെൻറ്റ് കാണാൻ പറ്റും. ലാറിംഗോ ഹെയർ ബിഗാൻ ടു ഡെവലപ്പ്, അതായത് ലാറിംഗോ ഹെയർ എന്ന് പറഞ്ഞാൽ കുഞ്ഞിൻ്റെ ബേർത്തുണ്ടാകുന്ന ഒരു ഹെയർ ആണ് എല്ലാ ബോഡി പാർട്സിലും, അത് ചാടി വളരാൻ തുടങ്ങും. സെക്സ് ഓഫ് ഫീറ്റസ് ഈസ് വിസിബിളി ഡിക്റ്റഡ്. കൊച്ചിൻ്റെ സെക്സ് എന്താണ് 16ാമത്തെ ആഴ്ചയിൽ കാണാൻ പറ്റും. 4ാമത്തെ മാസം. ഇനി 20 വീക്ക്, 5ാമത്തെ മാസം കൊണ്ട് ലാറിംഗോ കവർ ദ എൻറ്റയർ ബോഡി. 16ാമത്തെ ആഴ്ചയിൽ ഉണ്ടാകാനാണ് തുടങ്ങിയെങ്കിൽ 20ാമത്തെ ആഴ്ചയായപ്പം ലാറിംഗോ ബോഡി മുഴുവൻ കവറായി. ഫീറ്റസ് ഹാസ് എ നെയിൽ, കൊച്ചിന് നെയിലുണ്ട്. ഫീറ്റസ് ഹാർട്ട് ബീറ്റ് ഈസ് ഡിക്റ്റേറ്റഡ് ബൈ ദ ഫീറ്റോസ്കോപ്പ് ഫ്രം ദ 20 വീക്ക് ഓഫ് ഗസ്റ്റേഷൻ. 20ാമത്തെ ആഴ്ച തൊട്ട് ഫീറ്റോസ്കോപ്പ് വെച്ച് കൊച്ചിൻ്റെ ഹാർട്ട് റേറ്റ് കേൾക്കാൻ പറ്റും, അതായത് 5ാം മാസം തൊട്ട്. ഈ 24th വീക്ക്, 6ാമത്തെ മാസം വെണ്ണിക്സ് കാസിയോസ കവർ എൻറ്റയർ ദ ബോഡി. ഇത്രയും നാൾ ലാറിംഗോ ആണെങ്കിൽ വെണ്ണിക്സ് കാസിയോസ എന്ന് പറയുന്ന ഒരു ഗ്രീസി സബ്സ്റ്റൻസ് ഉണ്ട്, അത് ബോഡി മുഴുവൻ വൈറ്റ് ചീസി ക്രീമി സബ്സ്റ്റൻസ് ആണ് വെണ്ണിക്സ് കാസിയോസ, അത് ബോഡി മുഴുവൻ കവറാവും. ഇതെന്തിനാണ്? പ്രൊട്ടക്ട് ദ സ്ക്രീൻ ഫ്രം ദ ഫ്രിക്ഷൻ ആൻഡ് ഡെവലപ്പ് ഡെലിവറി, അതായത് കൊച്ചിൻ്റെ ബോഡി പാർട്സുകൾ തമ്മിൽ ഉറഞ്ഞ് ഫ്രിക്ഷൻ ഉണ്ടാകാതിരിക്കാനും കൊച്ച് സുഗമമായിട്ട് ബോഡി പാർട്സിലൂടെ ഇറങ്ങി വരാനും വേണ്ടിയിട്ടാണ് ഈ ഗ്രീസി സബ്സ്റ്റൻസ് കൊച്ചിൻ്റെ ബോഡിയിൽ ഉണ്ടായിരിക്കുന്നത്. 24ാമത്തെ വീക്കിൽ ഫീറ്റസ് ഹാസ് എബിലിറ്റി ടു ഹിയർ, കൊച്ചിന് കേൾക്കാനുള്ള ശക്തിയുണ്ട്. അതായത് ഈ സമയത്ത് കൊച്ച് ജനിച്ചാൽ കേൾക്കും എന്നാണ് പറയുന്നത്, അല്ലാതെ കൊച്ചിന് ഇതിൻ്റെ ഉള്ളിൽ കിടന്ന് കേൾക്കാനുള്ള ശക്തിയല്ല. കാരണം നമ്മൾ സംസാരിക്കുകയും പിടിക്കുകയും ചെയ്യുന്നതൊന്നും കൊച്ചിന് കേൾക്കാൻ പറ്റത്തില്ല. കാരണം അമിനോട്ടിക് ഫ്ലൂയിഡിൻ്റെ ഉള്ളിലാണ് കിടക്കുന്നത്, ഒരുപാട് ലെയറുകൾക്കുള്ളിലാണ് കൊച്ചു കിടക്കുന്നത്. കൊച്ചിൻ്റെ ചെവിയിൽ മുഴുവൻ അമിനോട്ടിക് ഫ്ലൂയിഡ് ആയിരിക്കും. അമിനോട്ടിക് ഫ്ലൂയിഡിനകത്ത് ബാത്ത് ചെയ്ത് കിടക്കുന്നതുകൊണ്ട് ഒരു ശബ്ദവും കൊച്ചിന് കേൾക്കാൻ പറ്റത്തില്ല. ഫീറ്റസ് റിഫ്ലക്സ് ഗ്രാപ്സ് റിഫ്ലക്സ് ഒക്കെ പ്രസൻ്റ് ആണ്. കാരണം കൊച്ചിങ്ങനെ കൈ ചുറ്റി പിടിക്കാനൊക്കെ തുടങ്ങും. പക്ഷെ കൊച്ചിനിത് കേൾക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാലും കൊച്ചിനെ ഒരുപാട് കാര്യങ്ങൾ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് ഇൻഫ്ലുവൻസ് ചെയ്യും. കാരണം ആ ഇൻഫ്ലുവൻസ് മുഴുവൻ ഉണ്ടാകുന്നത് കൊച്ചിൻ്റെ ഹിയറിംഗ് കപ്പാസിറ്റി കൊണ്ടൊന്നുമല്ല, അത് അമ്മയുടെ ബോഡിയിലുണ്ടാകുന്ന ഹോർമോണിൻ്റെ വേരിയേഷൻസ് കൊണ്ടാണ്. അത് നമുക്ക് പിന്നീട് നോക്കാം. 28 വീക്ക് എന്ന് പറഞ്ഞാൽ 28ാമത്തെ ആഴ്ച, 7ാമത്തെ മാസം. 28ാമത്തെ ആഴ്ചയാകുമ്പോൾ കൊച്ചിൻ്റെ ഐലിഡ് ഓപ്പൺ ആൻഡ് ക്ലോസ്. ഐലിഡ് കൊച്ച് ഓപ്പൺ ചെയ്യും, ക്ലോസ് ചെയ്യും. ഫീറ്റസ് ലങ്സ് ആർ ഡെവലപ്ഡ് സഫിഷ്യൻ്റ്ലി ടു പ്രൊവൈഡ് ഗ്യാസ് എക്സ്ചേഞ്ച് ഇഫ് ബോൺ അറ്റ് ദിസ് ടൈം. അതായത് ഈ സമയത്ത് കൊച്ച് ബോൺ ചെയ്താൽ കൊച്ചിൻ്റെ ലങ്സ് കംപ്ലീറ്റ്ലി ഡെവലപ്ഡായി. ഫീറ്റസ് വെയ്റ്റ് 90 gram to 1.100 gram. അതായത് കൊച്ചിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 7ാമത്തെ മാസമാകുമ്പോൾ ഒരു 900 തൊട്ട് 1100 gram വരെ പവർ ഉണ്ടാവും. ഇനി 36 വീക്ക്, 36ാമത്തെ ആഴ്ച. അതായത് 36ാമത്തെ ആഴ്ച എന്ന് പറയുന്ന വെയിറ്റ് 2200 തൊട്ട് 2900 gram വരെ, അതായത് ഒരു അപ്രോക്സിമേറ്റ് 3 കിലോ വരെ കൊച്ചിന് വെയിറ്റ് ഉണ്ടാവും. ഇതാണ് കൊച്ചിൻ്റെ ഒരു അപ്രോക്സിമേറ്റ് വെയിറ്റ് എന്ന് പറയുന്നത്. ലെങ്തോ 35 സെൻറ്റിമീറ്ററോളം കൊച്ചിന് ലെങ്ത് ഉണ്ടാവും. ലാറിംഗോ സ്റ്റാർട്ട് ടു ഡിസപ്പിയർ. ലാറിംഗോ പൂർണ്ണമായിട്ടും ഡിസപ്പിയർഡ് ആവും. അതായത് കൊച്ചിൻ്റെ ബോഡിയിലുള്ള ഒരു രോമങ്ങളാണത്. വെണ്ണിക്സ് കാസിയോസോ പ്രസൻറ്റ് അറ്റ് ദ പ്രീടൈം ബേബി. ലാറിംഗോ ആൻഡ് വെണ്ണിക്സ് കാസിയോസോ പ്രസൻറ്റ് അറ്റ് ദ പ്രീടൈം നേരത്തെ ഉണ്ടാകുന്ന കൊച്ചുങ്ങളിലാണെങ്കിൽ ഈ വെണ്ണിക്സ് കാസിയോസായും ലാറിംഗോയും പ്രസൻ്റ് ആയിരിക്കും. കറക്റ്റ് ടൈം ബേബിയിലാണെങ്കിൽ ഇതെല്ലാം കുറയും. ഇനി 40th വീക്ക്.
ഈ സമയത്താണ് കൊച്ചിനെങ്കിൽ 36ാമത്തെ വീക്കിലാണെങ്കിൽ ഇതെല്ലാം ഉണ്ടാവും. 38ഉം 39ഉം ഒക്കെ ആകുമ്പോൾ ഇതിൻ്റെയൊക്കെ അളവ് കുറയും. 40ാമത്തെ വീക്ക് ദ ലെങ്ത് അറൗണ്ട് 40 സെൻറ്റിമീറ്റർ, 40 സെൻറ്റിമീറ്ററോളം കൊച്ചിന് ലെങ്ത് കാണും. വെയിറ്റ് എന്ന് പറയുന്നത് 200 ആകും ഓർ മോർ. 200 അല്ലെങ്കിൽ അതിന് മേളിലോ കൊച്ചിൻ്റെ തൂക്കം കാണും. സ്കിൻ പിങ്ക് കളറാവും, നല്ല പിങ്ക് ബ്രൗണിഷ് കളർ, നല്ല പിങ്ക് കളറിലാവും. കാരണം ടൈം ബേബി ആയതുകൊണ്ടാണ്. ലാറിങ്കോ അപ്പർ ആംസ് ഷോൾഡർ ഉള്ളി. ലാറിങ്കോ എന്ന് പറയുന്നത് അപ്പർ ആംസിലും ഷോൾഡറിലും മാത്രമേ കാണത്തുള്ളൂ. വെണ്ണിസ് കാസിയോസോ ഡിസപ്പിയർ. വെണ്ണിസ് കാസിയോസ വളരെ കുറച്ചേ കാണത്തുള്ളൂ, കാണാൻ മാത്രമേ ഇല്ല. കാരണം അതൊരു ബോഡിയിൽ ഒരു ഓയിൽ പോലെ മാത്രമേ കാണത്തുള്ളൂ. പിന്നെ ഫിംഗർ നെയിൽ എക്സ്റ്റെൻഡ്, ഫിംഗറിൻ്റെ നെയിലല്ലേ വലുതായിട്ടിരിക്കും. ടെസ്റ്റിക്കിൾസ് ആർ അത്ര സ്കോട്ടം, അത് സ്കോട്ടത്തിലേക്ക് ടെസ്റ്റിക്കിൾ ഡിസെൻഡഡ് ആവും. അതുകൊണ്ട് ഇതിന് മുമ്പുള്ള കൊച്ചിന് ടെസ്റ്റിക്കിൾ ഡിസെൻഡഡ് ആക്കാനുള്ള സാധ്യത കുറയാൻ ചിലപ്പോൾ സാധ്യതയുണ്ട്. ലേബിയ മജോറ ഈസ് വെൽ ഡെവലപ്ഡ്. ലേബിയ മജോറ പെൺകൊച്ചാണെങ്കിൽ വെൽ ഡെവലപ്ഡ് ആവും. ഇതിന് മുമ്പാണെങ്കിൽ അതൊന്നും ഇച്ചിരി കുറവ് എല്ലാത്തിലും കാണും. ടെസ്റ്റിക്കിൾ ഡിസെൻഡഡ് ആകുക, ലേബിയ മജോറയുടെ കംപ്ലീറ്റ് പ്രോഗ്രസ്, ഇതെല്ലാം ആ സമയത്താണെങ്കിൽ കുറവുണ്ട്. പക്ഷേ 14ലാണെങ്കിൽ എല്ലാം കറക്റ്റായിരിക്കും. ഇനിയൊരു സംഭവം എന്ന് പറഞ്ഞാൽ കുഞ്ഞിൻ്റെ ബോഡിയിലേക്ക് എന്തെല്ലാം കടന്നു പോകുന്നുള്ള, അതായത് ഫീറ്റൽ സർക്കുലേഷൻ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും കുഞ്ഞും അമ്മയും തമ്മിൽ നേരിട്ട് ബ്ലഡിൻ്റെ മിക്സിങ് ഇല്ല, ബ്ലഡ് മിക്സിങ് ഇല്ല. പകരം എന്താ, ആ പ്ലാസൻറ്റയിലേക്ക് അമ്മയുടെ ബോഡിയിൽ യൂട്രസിലെ യൂട്ടേറിൻ വോളിൽ ലഭിക്കുന്ന ബ്ലഡ് മുഴുവൻ കുഞ്ഞിൻ്റെ പ്ലാസൻറ്റയുടെ ഇടിക്കൂടി പോകുമ്പം പ്ലാസൻറ്റ അതിൽ നിന്ന് ഓക്സിജനെയും ന്യൂട്രീഷനെയും ഇങ്ങോട്ട് അബ്സോർബ് ചെയ്തെടുത്തിട്ട് വേസ്റ്റ് മെറ്റീരിയലിനെ അമ്മയുടെ ബ്ലഡിലേക്ക് എക്സ്ക്രീറ്റ് ചെയ്യുക ചെയ്യുന്നത്. അതായത് രണ്ടുപേരുടെയും ബ്ലഡ് തമ്മിൽ മിക്സിങ് ഇല്ല. അപ്പം എന്തൊക്കെ പ്ലാസൻറ്റൽ ബാരിയർ എന്ന് പറയുന്ന സംഭവമുണ്ട്. പ്ലാസൻറ്റയിലൂടെ എന്തെല്ലാം കടന്നു പോകും. പ്ലാസൻറ്റയിലൂടെ കടന്നു പോകാൻ പറ്റുന്ന വലിയ മെറ്റീരിയൽസിനൊന്നും കടന്നു പോകാൻ പറ്റത്തില്ല. പ്ലാസൻറ്റ ക്രോസ് ചെയ്യാൻ പറ്റുന്ന സംഭവം വൈറസിന് കടന്നു പോകാൻ പറ്റുമോ? പറ്റത്തില്ല. ബാക്ടീരിയയ്ക്ക് കടന്നു പോകാം. ബാക്ടീരിയ ഇച്ചിരി കൂടി ഒരു വൈറൽ ഡിസീസും അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് കടന്നു പോകത്തില്ല. കാരണം ഈ പ്ലാസൻറ്റ ബാരിയറിനെ പെനിട്രേറ്റ് ചെയ്യാനായിട്ട് അതിന് പറ്റത്തില്ല. പക്ഷെ പോകുന്ന കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ്? ഹോർമോണുകൾ പോകും. ഈ അമ്മയുടെ കാരണം ഹോർമോണുകൾ പോവും, ന്യൂട്രീഷൻസ് പോവും, വൈറ്റമിൻസ് പോവും, മിനറൽസ് പോവും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പോകും. ഇത് ഹോർമോണുകൾ പോവുക എന്ന് പറയുമ്പം അമ്മയ്ക്കിപ്പം ഡിപ്രസ്ഡ് ആ മൂഡിൽ നിൽക്കുന്ന അമ്മയാണെങ്കിൽ, അല്ലെങ്കിൽ എന്നും ടെൻഷൻ അടിക്കുന്ന അമ്മയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരുപാട് ദേഷ്യപ്പെടുന്ന അമ്മയാണെങ്കിൽ, എന്തിനൊക്കെ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഒരമ്മ പഠിക്കുക. അപ്പോൾ പഠിക്കാനായിട്ട് അമ്മ സ്ട്രെസ് എടുക്കുമ്പം, പഠിപ്പിക്കാനായിട്ട് സ്ട്രെസ് എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അമ്മയുടെ ബോഡിയിൽ പഠനത്തിന് അനുകൂലമായ, അല്ലെ ഹാപ്പി മൂഡിലാണ് അമ്മ പഠിപ്പിക്കുന്നതെങ്കിൽ പഠനത്തിന് അനുകൂലമായ ഹോർമോണുകൾ അമ്മയുടെ ബോഡിയിലുണ്ടാവും. ആ ഹോർമോണുകൾ കൊച്ചിലേക്കും ട്രാൻസ്ഫർ ആയി കൊച്ചിനെ അത് ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതായത് ജീൻ എഡിറ്റിംഗ് എന്ന് പറഞ്ഞ ഒരു പരിപാടി പോലത്തെ ഒരു പരിപാടിയാണ് ഇതിനകത്ത് നടക്കുന്നത്. കാരണം ഹോർമോണുകൾ വെച്ച് അമ്മയുമായിട്ട് ഒരു മെൻ്റൽ കണക്ഷൻ കൊച്ചുണ്ടാക്കിയാണ് നിൽക്കുന്നത്. കൊച്ചുണ്ടാക്കുമല്ല, അമ്മയുടെ ബോഡിയിലുള്ള ഹോർമോണുകളെല്ലാം കൊച്ചിലേക്ക് പോകും. കാരണം അത് ഹോർമോണുകൾക്കും ബ്ലഡിനും ന്യൂട്രീഷനും മാത്രമേ പ്ലാസൻറ്റൽ ബാരിയറിനെ ക്രോസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതെല്ലാം അങ്ങോട്ട് പോകും. അപ്പോൾ അതിനനുസരിച്ചുള്ള ഇൻഫ്ലുവൻസും കൊച്ചിനുണ്ടാവും. ഹോർമോണൽ ഇൻഫ്ലുവൻസ് എന്ന് പറയും. ഇനി ഫീറ്റസ് സർക്കുലേഷൻ എന്ന് പറഞ്ഞാൽ അമ്മയുടെ ആംബ്ലിക്കൽ വെയിനിൽ കൂടിയാണ്. ഒരു വെയിനും 2 ആർട്ടറിയാണ്. അപ്പോൾ വെയിനിൽ കൂടി ബ്ലഡ് വന്ന് കയറി കൊച്ചിൻ്റെ പുക്കിളിലൂടെയാണല്ലോ വരുന്നത്. അപ്പം പുക്കിളിലൂടെ കയറി ആദ്യം എത്തുന്നത് ഡക്ടസ് ആർട്ടിയോളസിസ് എന്ന് പറയും. അതായത് വീനസ് ലിവറിലേക്ക് ആവശ്യത്തിന് മാത്രം ബ്ലഡ് കൊടുത്ത് ക്രോസ് ചെയ്ത് പോകുന്നതിനാണ്. ഡക്ടസ് ആർട്ടിയോളസിസിലൂടെ നേരെ ഇൻഫീരിയർ വീനക്കാവയിലേക്ക് ചെന്ന് ഇൻഫീരിയർ വീനക്കാവ വഴി ഹാർട്ടിലേക്ക് പമ്പ് ചെയ്ത്, അതായത് റൈറ്റ് ആർട്ടറി റൈറ്റ് ആർട്ടറിയത്തിൽ വന്ന് റൈറ്റ് ആർട്ടറിയത്തിൽ നിന്ന് റൈറ്റ് വെൻട്രിക്കിളിലേക്ക്
റൈറ്റ് ആട്രിയത്തിൽ നിന്ന് ലെഫ്റ്റ് ആട്രിയത്തിലേക്ക് പാസ് ചെയ്ത് ലെഫ്റ്റ് ആട്രിയത്തിൽ നിന്ന് ലെഫ്റ്റ് വെൻട്രിക്കിളിൽ വന്ന് ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് ബോഡിയുടെ അപ്പർ പാർട്ടിലേക്ക് ബ്ലഡ് സർക്കുലേറ്റ് ചെയ്ത് അപ്പർ പാർട്ടിൽ നിന്ന് ബ്ലഡ് എല്ലാം കറങ്ങി ഇൻഫീരിയർ വീനക്കാവയിലൂടെ സുപ്പീരിയർ വീനക്കാവയിലൂടെ റൈറ്റ് ആട്രിയത്തിൽ വീണ്ടും വന്ന് റൈറ്റ് വെൻട്രിക്കിളിലേക്ക് വന്ന് പൾമണറി ആർട്ടറി വഴി മേളിൽ വന്നിട്ട് അവിടെ നിന്ന് ഒരു ഡെക്ടസ് വീനോസിസ് എന്ന് പറയുന്ന ഒരു ഭാഗം വഴി പൾമണറി ആട്രിയിൽ നിന്ന് ഡിസെൻഡിങ് ആട്രിയിലേക്ക് വീണ്ടും കണക്ട് ചെയ്ത് ലോവർ പാർട്ടിലേക്ക് കൊച്ചിൻ്റെ ലോവർ പാർട്ടിലേക്ക് സർക്കുലേഷൻ നടത്തി വീണ്ടും ആംബ്ലിക്കൽ ആട്രി വഴി പ്ലാസൻറ്റയിലേക്ക് ചെന്ന് പ്ലാസൻറ്റ ലെങ്സും കിഡ്നിയും ചെയ്യുന്ന ഫങ്ഷനാണ് അവിടെ ചെയ്യുന്നത്. പ്ലാസൻറ്റയിലൂടെ ചെന്ന് പ്ലാസൻറ്റയിൽ വഴി കാർബൺ ഡൈ ഓക്സൈഡിനെയും വേസ്റ്റിനെയും പുറത്തേക്ക് തള്ളി അമ്മയുടെ ശരീരത്തിൽ നിന്ന് ബ്ലഡിനെ ഓക്സിജനെയും ന്യൂട്രീഷനെയും പ്ലാസൻറ്റൽ ബാരിയർ ആയിട്ടുള്ള കാര്യങ്ങളെയും അബ്സോർബ് ചെയ്ത് വീണ്ടും സർക്കുലേഷൻ നടത്തുന്ന പരിപാടിയാണ് ഈ ഫീറ്റൽ സർക്കുലേഷൻ എന്ന് പറയുന്നത്. അപ്പം കടന്നു പോകുന്ന ഒരു ഫോറാമൻ ഓവലെ എന്ന് പറയുന്ന ഭാഗത്തു കൂടിയാണ് ആദ്യം ബ്ലഡ് കടന്നു പോകുന്നത്, റൈറ്റ് ആട്രിയത്തിൽ നിന്ന് ലെഫ്റ്റ് ആട്രിയത്തിലേക്ക്. ഇതെല്ലാം കൊച്ചു ജനിച്ച് കരയാൻ തുടങ്ങുമ്പം ക്ലോസ് ആയി പോകും. ഫെർട്ടിലൈസേഷൻ എവിടെയാണ് നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയുടെ ബോഡിയിൽ നിന്ന് അമ്മയുടെ യൂട്രസിലേക്ക് സ്പേം വന്നിട്ട് സ്പേം നേരെ ചെല്ലുക അമ്മയുടെ ഫലോപ്പിൻ ട്യൂബിലേക്ക്, യൂട്രസിൻ്റെ ഏറ്റവും മുകളിലുള്ള ഫലോപ്പിൻ ട്യൂബിലേക്ക് ചെല്ലുക. അപ്പോൾ ഫലോപ്പിൻ ട്യൂബിൽ ആ സമയത്ത് ഓവം ഫോം ചെയ്ത് എഗ്ഗ് റിലീസായി ഫലോപ്പിൻ ട്യൂബിൽ വന്നിട്ടുണ്ടാവും. ഫലോപ്പിൻ ട്യൂബിൽ ആംബുലയിൽ എഗ്ഗ് വന്നിട്ടുണ്ടാവും. അവിടെ വെച്ച് ഫലോപ്പിൻ ട്യൂബിലെ ആംബുലയിൽ വെച്ചാണ് ഇത് ഫെർട്ടിലൈസ്ഡ് ആവുന്നത്. എന്നിട്ട് ആംബുലയിലൂടെ ഇസ്തമസ്, ഈ ഫലോപ്പിൻ ട്യൂബിൻ്റെ ലാസ്റ്റ് പോർഷനായ ഇസ്തമസിലൂടെ കടന്ന് വീണ്ടും യൂട്രസിലേക്ക് വന്ന് ഇംപ്ലാന്റ് ചെയ്യുകയാണ്. അതായത് 3 ഡേയ്സ് ഇത് ഫെർട്ടിലൈസ്ഡ് ആയി കഴിഞ്ഞാൽ 3 ഡേയ്സ് ഇതിന് വേണം ട്രാവൽ ചെയ്ത് യൂട്രസിലെത്താൻ. അപ്പോൾ 3 ഡേയ്സ് യാത്ര ചെയ്യുന്നതിൻ്റെ സമയത്ത് ഇത് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് ഫീറ്റസിൽ വന്ന് 7ാമത്തെ ദിവസമാണ് ഇത് പ്ലാസൻറ്റ ബോഡിയിൽ അറ്റാച്ച്ഡ് ആകുന്നത്, അമ്മയുടെ ബോഡിയിൽ യൂട്രസിൽ അറ്റാച്ച്ഡ് ആകുന്നത്. ഇതൊക്കെയാണ് ഒരു നോർമൽ സംഭവം എന്ന് പറയുന്നത്. മെറ്റേണൽ ആൻഡ് ഫീറ്റൽ കാര്യങ്ങളിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം.